51 ഗ്രാം MDMA-യും 2.6 ഗ്രാം കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ. കാസർഗോഡ് വെള്ളരിക്കുണ്ട് ചിറ്റാരിക്കൽ പാലവയൽ മെയ്യാൽ വലിയ വീട്ടിൽ ജിഷ്ണു 30 വയസ്സ്, മലപ്പുറം കരുവാരക്കുണ്ട് കിഴക്കേത്തല പാറയ്ക്കൽ വീട്ടിൽ സഹൽ എന്ന സഹലൂർ റഹ്മാൻ 36 വയസ്സ് എന്നിവരെയാണ് നെയ്യാറ്റിൻകര എക്സൈസ് സംഘം പിടികൂടിയത്. കോവളം, പൂവാർ എന്നിവിടങ്ങളിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നതിനായി എത്തിച്ച MDMA ആണ് പിടികൂടിയത്. ഇന്ന് വൈകിട്ട് 5:30ഓടെയാണ് വിഴിഞ്ഞ മുക്കോല ഭാഗത്ത് വാഹന പരിശോധന നടത്തുന്നതിനിടയിൽ ഇവരെ പിടികൂടിയത്. റെന്റേ കാറിൽ എറണാകുളത്തു നിന്നുമാണ് ഇവർ എത്തിയത്. ജിഷ്ണുവിന്റെ കൈവശമുണ്ടായിരുന്ന ബാഗിലാണ് MDMA സൂക്ഷിച്ചിരുന്നത്. സഹലുൽ റഹ്മാന്റെ കൈവശം നിന്നുമാണ് കഞ്ചാവ് പിടികൂടിയത്. ഇതിന് മാർക്കറ്റിൽ 3.5 ലക്ഷത്തോളം വിലയുണ്ടാകുമെന്ന് എക്സൈസ് പറഞ്ഞു. ഇവരിൽ നിന്നും മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തു. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ MDMA-യുടെ ഉറവിടം അറിയാൻ സാധിക്കൂവെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. ജിഷ്ണുവിന് 4 കിലോ കഞ്ചാവുമായി പിടികൂടിയതിന് മുമ്പ് കേസുണ്ടെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. ഇവര് എറണാകുളം ഭാഗത്തു നിന്ന് സംഘടിപ്പിച്ച് കോവളം, പൂവാർ ഭാഗങ്ങളിലെ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നതിനാണ് കൊണ്ടുവന്നതെന്ന് പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. ഇത് തുടർന്നുള്ള അന്വേഷണത്തിൽ MDMA-യുടെ കൂടുതൽ സോഴ്സ് കണ്ടെത്തുന്നത് കഞ്ചാവ് കടത്തിയതിന് ഇദ്ദേഹത്തിന്റെ പേരിൽ NDPS കേസുള്ളതാണ്. ഒന്നാം പ്രതിയായ ജിഷ്ണുവിന്റെ പേരിൽ എക്സൈസ് CI J ഷമീർ ഖാൻ, പ്രിവന്റീവ് ഓഫീസർമാരായ MS അരുൺകുമാർ, അജിത് കുമാർ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ KR രഞ്ജിത്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷിൻഡോ എബ്രഹാം, US ശ്രീനു, രഞ്ജിത്ത്, ജിനേഷ് കുമാർ, ഡ്രൈവർ ആൻഡോ, ഗ്രേഡ് പ്രിവന്റീവ് ഓഫീസർ സുരേഷ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. GTV ന്യൂസ്, വിഴിഞ്ഞം.